ഞങ്ങൾ ഫാമിലി ആയിട്ട് ഇന്ന് ചെറിയൊരു യാത്ര പോവാണ് വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക്. അതിരപ്പള്ളിക്ക് അടുത്തുള്ള ചാർപ്പ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ചാർപ്പ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഭംഗിയുള്ളൊരു നല്ല വെള്ളച്ചാട്ടമാണ്. അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യണതിന് മുന്നേ. പക്ഷെ ഇപ്പോൾ വലിയ കാര്യമായിട്ട് മഴയൊന്നും പെയ്യുന്നില്ല. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളമാണത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ വെള്ളമുണ്ട്. ഈ കാണുന്നതാണ് അതിരപ്പള്ളി ചാലക്കുടി റൂട്ടിലെ ഡ്രീം വേൾഡ്. എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് വെറും അരമണിക്കൂർ ദൂരെ അതിരപ്പള്ളിക്കുള്ളൂ. അങ്ങനെ ഫൈനലി ഇതാ നമ്മൾ അതിരപ്പള്ളി എത്തിയിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ചാർപ്പ എത്തി. ചാർപ്പയൊക്കെ എത്തിയപ്പോഴാണ് അവിടുത്തെ അടിപൊളി കാഴ്ച കണ്ടത്. ഭയങ്കര രസമാണ് ഇതിന് മുന്നിൽ ഇങ്ങനെ പോയി നിൽക്കാൻ. നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ച് വന്നുകൊണ്ടിരിക്കും. എന്തായാലും ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ചാർപ്പയിൽ പോകുന്നത്. അതിരപ്പള്ളി വാഴച്ചാൽ യാത്ര പോകുന്നവർ ഒരിക്കലും ഒരു മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഈ ചാർപ്പ എന്ന് പറയുന്നത്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു. ഇത് കണ്ടില്ലേ, നിറച്ച ആൾക്കാരായിരുന്നു ഇവിടെ നിന്ന് വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും എൻജോയ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും നമ്മുടെ ചാലക്കുടിയിലുള്ള ബെസ്റ്റ് ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് ഈ ചാർപ്പ എന്ന് പറയുന്നത്. ചാർപ്പയിൽ നിന്ന് വരുന്ന വെള്ളം നേരെ കൂടിച്ചേരുന്നത് നമ്മുടെ അതിരപ്പള്ളി പുഴയായിട്ടാണ്. വെള്ളത്തിന് നല്ല ഒഴുക്കാണ് ഈ സ്ഥലത്ത്. ഇവിടെ ഇവരുടെ ഒരു കൂട്ടം തന്നെയുണ്ട്. നമ്മളെ ഒന്നും ഒരു പേടിയും ഇവർക്കില്ല. നമ്മുടെ അടുത്തൊക്കെ വരും, സാധനങ്ങളൊക്കെ എന്തെങ്കിലും കൊടുത്താൽ തിന്നുകയും ചെയ്യും. ഇവിടെ കാറിന് പാർക്കിംഗ് കിട്ടാന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെ ചെറിയൊരു സ്പേസ് ഇവിടെ ഉള്ളൂ. ചാർപ്പ വെള്ളച്ചാട്ടത്തിൻ്റെ ഈ ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മൊത്തം നനഞ്ഞ് കുളിക്കും. വെള്ളമൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് നല്ലൊരു വീഡിയോ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു നിൽക്കുന്ന എൻ്റെ വൈഫിനെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ചാർപ്പയെല്ലാം കണ്ട് തിരിച്ചു പോകാൻ നോക്കിയപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുകളിൽ ഇവൻ കയറിയിരിക്കുന്നത്. എന്തോരം പറഞ്ഞിട്ടും ഇവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനുള്ള നമ്മളെ നോക്കി ഇങ്ങനെ പേടിപ്പിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ച് വണ്ടിക്കകത്ത് കയറി നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ഈ വിരുദ്ധൻ ഇറങ്ങിപ്പോയത്. തിരിച്ച് പോണ വഴിക്ക് നമ്മൾ അതിരപ്പള്ളി എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. നിറച്ച് വഴിയോരങ്ങളിൽ ഇങ്ങനെ സാധനങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടി ഇങ്ങനെ കടകളൊക്കെ ഇട്ട് ആൾക്കാർ ഇരിക്കുകയാണ്. ഇവരുടെ ഒരു നേരത്തെ വരുമാനവും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ കട. ഈ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിരപ്പള്ളിയിൽ ഇറങ്ങിയത്. നമ്മൾ ടിക്കറ്റൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അടിയിലേക്ക് പോകണമെങ്കിലാണ് നമുക്ക് ടിക്കറ്റൊക്കെ ആവശ്യം. നമ്മൾ കുറേ പ്രാവശ്യം പോയിട്ടുള്ള കാരണം നമ്മൾ അങ്ങനെ അതിരപ്പള്ളി കയറാനുള്ള പ്ലാനിലല്ല വന്നത്. പക്ഷേ ഇവിടെ നിന്ന് ഈ വ്യൂ പോയിന്റ് നോക്കിപ്പോയി എൻ്റെ പൊന്നെ, കിടിലം വ്യൂ ആണ്. നിങ്ങൾ അതിരപ്പള്ളിയുടെ ഒരു രൗദ്രഭാവം കാണണമെങ്കിൽ ഈ ഒരു സമയത്ത് ഇവിടെ വരണം. ഇതാണ് ശരിക്കുള്ള അതിരപ്പള്ളിയുടെ ഒരു കാഴ്ച. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങാണ്. ചെറിയൊരു യാത്രയായിരുന്നു. ഞായറാഴ്ച ഒരു ദിവസം ഫ്രീ കിട്ടിയപ്പോൾ എല്ലാവരും കൂടെ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചു. അപ്പോൾ നിങ്ങൾ അതിരപ്പള്ളിയൊക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ്സാക്കണ്ട. ചാർപ്പയിൽ വരാം. ചാർപ്പ നിങ്ങൾക്ക് എന്തായാലും ഒരു അടിപൊളി അനുഭവം തന്നെ ആയിരിക്കും. യാത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഒരു ചായ കൂടി നിർബന്ധമാണല്ലോ. ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ സ്പോട്ട് ചെയ്ത് വെച്ചൊരു കടയായിരുന്നു. തിരിച്ചു വന്നപ്പോൾ ഞാൻ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി കയറി. ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 3 പേർക്ക് വേണ്ടി ഞാൻ 2 പഴംപൊരിയും 2 ബജ്ജിയും 3 മുട്ട ബജ്ജിയാണ് പറഞ്ഞത്. പിന്നെ ഞാൻ കടുപ്പത്തിലൊരു ചായയും പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ എൻ്റെ ചായയും വന്നു. അത്യാവശ്യം നല്ലൊരു ചായ ആയിരുന്നു. കടികളും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്കെന്തായാലും ഈ കട ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ വഴിക്കൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ചായ കുടിക്കാൻ പറ്റിയൊരു നല്ല സ്പോട്ട് തന്നെയാണ് ഈ കട. വീടെത്താറായപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. റംബൂട്ടാൻ മരങ്ങൾക്ക് ഫുള്ള് വലയിട്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്, കിളികളൊന്നും കൊണ്ടുപോകാണ്ടിരിക്കാനായിട്ട്. ഇത് കണ്ടപ്പോൾ നമുക്ക് റംബൂട്ടാൻ കഴിക്കാനൊരു കൊതി തോന്നി. അങ്ങനെ ഞാൻ 1 കിലോ റംബൂട്ടാൻ അങ്ങ് വാങ്ങി. കുഞ്ഞു യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ വാങ്ങിച്ച റംബൂട്ടാനാണ്. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കുഞ്ഞു വീഡിയോകളും യാത്രകളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.